പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്നത് രാഗങ്ങൾ വഴിയും ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്കെയിലുകൾ വഴിയുമാണ്. ഒരു പാട്ടിന് ഒരു സ്കെയിൽ ഉണ്ടായിരിക്കും. ആ സ്കെയിലിലെ റൂട്ടിലൂടെയാണ് ആ പാട്ട് സഞ്ചരിക്കുന്നത്. മിഡിൽ മധ്യസ്ഥായി അതോ മിഡിൽ സ്കെയിലിൽ വെച്ചിട്ടാണ് ഒക്ടേവിൽ വെച്ചിട്ടാണ് പാട്ടുകൾ ചിട്ടപ്പെടുത്തുക. ഇനി ഒരു പാട്ട് ചിട്ടപ്പെടുത്തിയാൽ അതിനൊരു ബേസ് സ്കെയിൽ ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നുള്ള നേഴ്സറി ഹിം നമ്മളിപ്പോൾ എഫ് എന്ന് പറയുന്ന CDEF എന്ന് പറയുന്ന സ്കെയിൽ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ ബേസ് റൂട്ട് ഇതായിരിക്കും. സരിഗമ പദനിസ അഥവാ CDEFGABC എന്നുള്ള റൂട്ട് ഇതായിരിക്കും. അപ്പോൾ ഈ റൂട്ടിൽ നമുക്ക് ആ പാട്ട് കംഫർട്ടബിൾ ആയിട്ട് വായിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇനി നമ്മൾ ശ്രുതി കൂട്ടി വേറൊരു സ്കെയിൽ വായിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെങ്കിൽ ശ്രുതി കുറയുകയോ കൂടുകയോ ചെയ്യുന്നു, പക്ഷെ ശ്രുതിയിൽ തെറ്റ് വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഈ നോട്ട് എ ഫ്ലാറ്റ് ആണ്. ഇപ്പൊ എ ഫ്ലാറ്റ് സ്കെയിൽ വായിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ഒരു റൂട്ടുണ്ട്, അത് ഇതാണ്. ഈ ശ്രുതിയിൽ നമ്മൾ ട്വിങ്കിൾ ട്വിങ്കിൾ വായിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ശ്രുതി അഥവാ പിച്ച് കൂടി, പക്ഷെ ശ്രുതിയിൽ തെറ്റ് സംഭവിക്കുന്നില്ല, പിച്ചിൽ തെറ്റ് സംഭവിക്കുന്നില്ല. ഇനി ശ്രുതിയിൽ തെറ്റ് സംഭവിക്കുന്നത്, പിച്ച് ഔട്ടാവുക എന്ന് പറയുന്നത് അഥവാ ശ്രുതി ഔട്ടായി പോയി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ വായിച്ച എഫ് സ്കെയിൽ തന്നെ വായിക്കുന്നു. ഇതിന് വായിക്കുന്നതിനിടയ്ക്ക് ശ്രുതി ഔട്ടായി പോകുന്നത് കാണാൻ പറ്റും. ഇവിടെ ശ്രുതി എല്ലാം തെറ്റിപ്പോയി. കാരണം ഇവിടെ സംഭവിച്ചത് അതിൽ പറയുന്ന എഫ് എന്നുള്ള ബേസ് സ്കെയിലിന്റെ ആ ബേസ് റൂട്ടിൽ കൂടെ സഞ്ചരിച്ചില്ല, തെറ്റി സഞ്ചരിച്ചു. ഇങ്ങനെയാണ് ശ്രുതി ഔട്ട് അഥവാ പിച്ച് ഔട്ടാകുന്നത്.